വളരെ കൃത്യമായിട്ട് ആ മത്സരം സഞ്ജു ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ കാം ആൻഡ് കാൽക്കുലേറ്റഡ് ഇന്നിങ്സ്. സ്കോർ ഉയർത്തണമെന്ന് തോന്നിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം സ്കോർ ഉയർത്തുന്നുണ്ട്. മോശം പന്തുകളെ തെരഞ്ഞു പിടിച്ച് അടിക്കുന്നുണ്ട്. പലപ്പോഴും പല നിരീക്ഷകരൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഈ സഞ്ജു വൺ ഡേയിൽ കൂടി സഞ്ജുവിനെ പരിഗണിക്കണമെന്ന് പറയുന്ന സമയമാണിത്. സഞ്ജുവിനെ ടെസ്റ്റിൽ കൂടി പരിഗണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായും ന്യൂസിലൻഡിനെതിരായൊക്കെ നമ്മൾ ഹോം സോയിൽ വൈറ്റ് വാഷ് വാങ്ങേണ്ടി വന്നത് സ്പിന്നർമാരെ നമ്മുടെ ബാറ്റർമാർ നേരിടാൻ കഴിയാതെ കുഴങ്ങിയ സമയത്താണ്. ഇന്നലെ 2 നല്ല സ്പിന്നർമാർ ഡൽഹിക്കുണ്ട്. അക്സർ പട്ടേലും ഉണ്ട്, കുൽദീപ് യാദവും ഉണ്ട്. പക്ഷേ സഞ്ജു വളരെ കൂളായിട്ടാണ് അവർ നേരിടുന്നത്. ഒരു പൊതുവെ ബോള് റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴത്തെ അഭിഷേക് ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ പുതിയ കാലത്ത് ഇതിനെ സ്പിന്നർമാർ നേരിടുന്നത്. പക്ഷേ സഞ്ജു കൃത്യമായിട്ട് നേരത്തെ മൈൻഡ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു രീതിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും അദ്ദേഹം ലോങ്ങർ ഫോർമാറ്റിലേക്ക് കൂടി സഞ്ജു ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ സംഭവം തന്നെയാണ്. ഇത്ര കാൽക്കുലേഷനോടെ ഇത്ര മത്സരം ഡീപ്പായി കൊണ്ടുപോയിട്ട് കണക്കുകൂട്ടി അദ്ദേഹം ഒരു ഇന്നിങ്സ് കളിക്കുമെന്ന് പറയുന്നത്. സഞ്ജുവിൻ്റെ ഇന്നിങ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഒന്ന്, അദ്ദേഹം സഞ്ജു എത്രത്തോളം ചെന്നൈയുടെ പ്രകടനത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ 10 മത്സരങ്ങളാണല്ലോ ഇപ്പോൾ ഈ സീസണിൽ കളിക്കുന്നത്. അതിൽ സഞ്ജു 40-ൽ താഴെ സ്കോർ ചെയ്തത് 6 മത്സരങ്ങളിലാണ്. അതിൽ 5ലും ചെന്നൈ തോറ്റിട്ടുണ്ട്. സഞ്ജു 4 മത്സരങ്ങളിലാണ് 40+ സ്കോർ ചെയ്തത്. അത് 3 സെഞ്ചുറിയും ഒരു 87-ഉം, അത് 250 വന്നു. അതിൽ 4ഉം ചെന്നൈ വിജയിച്ചിട്ടുണ്ട്. സഞ്ജു 40+ സ്കോർ ചെയ്യുമ്പോൾ ചെന്നൈയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അത്രമാത്രം സഞ്ജുവിൻ്റെ ഇന്നിങ്സ് അവിടെ ഇമ്പാക്റ്റ്, സഞ്ജുവിൻ്റെ ഇന്നിങ്സ് അത്രത്തോളം ചെന്നൈ പ്രകടനത്തിൽ ഇമ്പാക്റ്റ് ആവുന്നുണ്ട്. ഈ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ഇപ്പോൾ 3 പ്ലെയർ ഓഫ് ദ മാച്ച് ആയി ഇപ്പോൾ സഞ്ജുവിന് ഇപ്പോൾ ഇതുവരെ 10 മത്സരങ്ങളിൽ നിന്ന്. ചെന്നൈയുടെ ഒരു സീസൺ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് ഒരു സീസണിലായിട്ടുള്ളത് മൈക്ക് ഹസിയാണ്, 5. 2 മത്സരം കൂടി വന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് സഞ്ജുവിന് മറികടക്കും. ഇത് ഫസ്റ്റ് സീസണിലാണെന്നുള്ളത് ആലോചിക്കണം. അങ്ങനെ ഒരു പിടി റെക്കോർഡുകൾ സെഞ്ചുറിയുടെ പേരിലുള്ള റെക്കോർഡുകൾ, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഈ മത്സരത്തിൽ തന്നെ സെഞ്ചുറിക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. കാർത്തിക് ശർമ്മ കുറച്ച് തുടക്കത്തിൽ ഇത്തിരി സ്ട്രഗിൾ ചെയ്തെങ്കിലും അവസാന നിമിഷങ്ങൾ അദ്ദേഹം കൂളായിട്ട് കളിച്ചു. അദ്ദേഹം കുറെ കൂടി ഒന്ന് സ്ലോ ആയിരുന്നെങ്കിൽ സഞ്ജുവിന് സെഞ്ചുറി അടിക്കായിരുന്നു. പക്ഷേ അതും പ്രസൻറ്റേഷനിൽ സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് സെഞ്ചുറി മിസ്സായെന്ന് ചോദിക്കുമ്പോൾ സത്യസന്ധമായിട്ട് പറയാം, സെഞ്ചുറി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. വേറെ ഏത് പ്ലെയർ ആണെങ്കിലും ഇല്ല, ടീമിൻ്റെ വിജയത്തിനെ ഞാൻ ടീമിൻ്റെ വിജയമാണുള്ള പ്രധാനം എന്നുള്ള രീതിയിൽ പറയുള്ളൂ. പക്ഷേ സഞ്ജു അവിടെയും വളരെ എന്താ പറയുക, അതിനുശേഷം സഞ്ജു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാർത്തിക് ശർമ്മയോട് പോയിട്ട് എനിക്ക് സിംഗിൾ ഇട്ട് തരൂ, ഞാൻ സെഞ്ചുറി അടിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ടച്ച് ആയി വരുന്ന പ്ലെയർ ആണ്, അദ്ദേഹം ടച്ച് ആയിക്കോട്ടെ എന്ന് സഞ്ജു പറയുന്നത്.